നമസ്കാരം. വ്യക്തികൾക്ക് നിറമുണ്ടെങ്കിലും നിറം വ്യക്തിത്വത്തെ ബാധിക്കുമോ എന്നതാണ് പ്രധാന വിഷയം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നതും ഈ വിഷയമാണ്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഒരു പ്രസ്താവന ഫേസ്ബുക്കിൽ ആദ്യം ഒരു പോസ്റ്റായി വന്ന് പിന്നീട് ഈ പോസ്റ്റ് പിൻവലിക്കുകയും അത് വിശദമായി വീണ്ടും ഒരു പോസ്റ്റ് ഇടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. കറുപ്പ് നിറത്തിന്റെ പേരിൽ താൻ അവഹേളിക്കപ്പെട്ടു എന്നായിരുന്നു ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചത്. ആധുനിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതും ഭരണസിരാ കേന്ദ്രത്തിൽ ഭരണനിർവഹണത്തിൽ നമ്പർ 1 ഇരിക്കുന്ന ചീഫ് സെക്രട്ടറി തന്നെ ഇത്തരമൊരു വിഷയം ഉന്നയിക്കുമ്പോൾ അത് എത്രമാത്രം ആഴമുള്ള വിഷയമാണ്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നതാണ് പ്രധാന വിഷയം. പേജ് 3യുടെ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ ഈ വിഷയം ചർച്ചയുമായി എത്തുകയാണ്. നമുക്കൊപ്പം അതിഥികളായി കൂടി ചിലർ ചേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി മഞ്ജു പത്രോസ്, അഭിനേത്രിയാണ്. ശ്രീമതി ധന്യ രാമൻ, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തികൾ ഏറെക്കുറെ ഈ വിഷയങ്ങളിൽ എത്രമാത്രം ആഴത്തിൽ പല രീതിയിൽ അനുഭവിക്കുകയും ഇതിലൊക്കെ ഇടപെടുകയും ചെയ്ത വ്യക്തികൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറെ നമ്മളോട് സംസാരിക്കാനുണ്ട്. ശ്രീമതി മഞ്ജു പത്രോസിലേക്ക് ആദ്യം പോവുകയാണ്. ഇന്നിപ്പോൾ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ എന്ന് പറയാം, അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന കാലഘട്ടം മുതൽ ഇതുവരെയുള്ള വെല്ലുവിളികളെ ഓർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അത് അഭിനയ രംഗത്ത് തുടങ്ങിയതൊന്നുമല്ല. നമ്മളുടെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്, അയ്യോ 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 എൻ്റെ റീത്തയുടെ നിറം കിട്ടിയില്ലേ, അയ്യോ ഇത് പത്രോസിൻ്റെ നിറമായി പോയോ, അയ്യോ അയ്യോ. ഈ അയ്യോ വിളി ഞാൻ ഒരുപാട് കേട്ടിട്ടാണ് വളർന്നത്. സോ ഞാൻ അറിയാതെ അന്നൊക്കെ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞാൻ എന്തോ കുറഞ്ഞ വ്യക്തിയാണെന്നും എന്നെ പൊതുജനത്തിന് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു ധാരണ അന്നേ ഉള്ളിൽ വളർന്നു വന്ന എന്നോടൊപ്പം വളർന്നു വന്ന ഒന്നാണ് ആ അപകർഷതാബോധം. അത് ഈ തൊഴിൽ മേഖലയിൽ വന്നിട്ട് അത്രയും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ ബാല്യകാലത്തും എൻ്റെ കൗമാരകാലത്തും ഒക്കെ ഓരോ ദിവസം ഇപ്പോൾ ചീഫ് സെക്രട്ടറി മാഡത്തിന് ഇത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഇത് വലുതായി ചർച്ച ചെയ്യപ്പെട്ടു. നമ്മുടെ ഇടയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടത് ഇത്രയും എഡ്യൂക്കേറ്റീവായിട്ടുള്ള ഇത്രയും പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം അനുഭവം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അത്തരം പ്രൊഫൈലുള്ള ഒരാൾക്ക് വന്നപ്പോൾ ഇത് ഇത്രമാത്രം ഞെട്ടാൻ എന്തിരിക്കുന്നു. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ളവർ എല്ലാ ദിവസവും ഒരു കറുത്ത സ്ത്രീയോ പുരുഷനോ അവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ കറുപ്പിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവർ കേട്ടിട്ട് തന്നെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് കേട്ടത് എന്തായിരുന്നു? ഇന്ന് കേട്ടത് നമ്മുടെ ഒരു സുഹൃത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരം ഒരു സ്ത്രീ അദ്ദേഹത്തിനെ നോക്കി, ഓ അയ്യോ ഇതാരാ, അയ്യോ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ആദ്യം കേട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഞാനിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കറുത്ത സ്ത്രീ എന്നോട് പറഞ്ഞു എന്നിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എക്സൈറ്റഡ്, അവരുടെ കണ്ണൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തോ ഒരു കരട് എനിക്ക് അപ്പം തന്നെ ഫീൽ ചെയ്തു. പിന്നെ കുറച്ച് സംസാരമൊക്കെ പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ഈ കറുത്ത സ്ത്രീ എന്ന് എടുത്തു പറഞ്ഞത്, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കറുത്തതായതുകൊണ്ട് എന്ന് പറഞ്ഞു. ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിങ്ങളെ ആ സ്ത്രീക്ക് ഇഷ്ടമാണ്, അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. ഞങ്ങൾക്കറിയില്ലല്ലോ അവരാരാണെന്നോ, ഏത് നാട്ടുകാരിയാണെന്നോ, പൊക്കം കൂടിയവളാണോ കുറഞ്ഞവളാണോ വണ്ണമുള്ളവളാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളോട് പറയേണ്ടത് ഒരു മധ്യവയസ്കയോ ഒരു പെൺകുട്ടിയോ അങ്ങനെ ഒരു സ്ത്രീ എന്നെ കണ്ടപ്പോൾ അത്രയല്ലേ അതിനകത്ത് വേണ്ടുള്ളൂ. അവരെ ഇത്തരത്തിൽ പോർട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതിനകത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മുടെ ഉള്ളിൽ അതില്ല എന്ന് പറഞ്ഞു. അത് ഉള്ളിലുള്ളത് കൊണ്ടാണ്, അറിയാതെ ആണെങ്കിൽ ഇത് ശീലക്കേടിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ ശീലിച്ചു പോയി. ഒരു വെളുത്ത ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ പറയുമായിരുന്നോ? ധന്യ ഈ സൂചിപ്പിച്ചതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇത് ശീലത്തിൻ്റെ ഭാഗമാണോ എന്ന് പറയുന്നു. പക്ഷേ ശ്രീമതി ശാരദാ മുരളീധരൻ സൂചിപ്പിച്ച ആ ഘടകങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 3-4 തരത്തിൽ നമുക്ക് ആ വിഷയത്തിന് എടുക്കാം. ഒന്നാമതായിട്ട് ഇവർ സൂചിപ്പിക്കുന്നത് കറുത്ത കാലഘട്ടം എന്ന് പറഞ്ഞു, തൻ്റെ ഭരണകാലം കറുത്ത കാലഘട്ടം എന്ന് പറഞ്ഞു. അതേസമയം ഭർത്താവ് ശ്രീ വി വേണുവിൻ്റെ കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം
കാലഘട്ടം വെളുത്ത കാലഘട്ടം എന്നും വിശേഷിപ്പിച്ചുവത്. ഇത് നേരിട്ട് കേൾക്കേണ്ടി വന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത്. 2-3 രീതിയിൽ നമുക്കിത് വേണമെങ്കിൽ എടുക്കാം. വളരെ നിഷ്കളങ്കമായ രീതിയിൽ ഒരു കാലഘട്ടത്തെ ഒരു ഭരണത്തെ ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി കറുത്തതെന്നും വെളുത്തതെന്നും പറഞ്ഞു എന്ന് വളരെ നിഷ്കളങ്കമായ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് കറുപ്പ്, നിറത്തിൻ്റെ രാഷ്ട്രീയം. നമ്മൾ എന്നും ചർച്ച ചെയ്യുന്നത് അത് ജാതിയുമായി ബന്ധപ്പെടുത്തിയാണ്. ധന്യയെ പോലുള്ളവർ കാണുന്നത് അങ്ങനെ തന്നെയാണോ? ഇപ്പം അത് വ്യക്തമാണല്ലോ. കാരണം ശാരദാ മുരളീധരൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് അവർ പറഞ്ഞാൽ പെട്ടെന്ന് മാധ്യമങ്ങൾ കേൾക്കുന്നു, അത് ചർച്ചയ്ക്ക് എടുക്കുന്നു, അത് അവരെ പിന്തുണയ്ക്കാൻ മന്ത്രി വരുന്നു, രാഷ്ട്രീയ നേതൃത്വം വരുന്നു, ഒരുപാട് മനുഷ്യർ വരുന്നു, ഉദ്യോഗസ്ഥർ വരുന്നു. അത് അവരൊരു വിഭാഗം മനുഷ്യരാണ്. ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ മുമ്പിൽ ഒരുപാട് കറുത്ത ആൾക്കാർ പോയി നിന്നിട്ടുണ്ട്. ഇവർ ഭരിച്ച വകുപ്പുകളിലൊക്കെ ഒരുപാട് കറുത്ത ആൾക്കാർ ഓരോ ആവശ്യത്തിനായി പോയി നിൽക്കുമ്പോൾ ഇവരൊക്കെ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അതുകൊണ്ട് സ്വീകാര്യത, ഒരു കറുത്ത മനുഷ്യരുടെ സ്വീകാര്യത 2 തലങ്ങളിലാണ്. ആ കറുത്തവരിലെ ഉയർന്നവരുണ്ട്, കറുത്തവരിലെ താഴ്ന്നവരുണ്ട്. ആ കറുത്തവരിൽ ഉയർന്നവർ പറയുമ്പോൾ അത് എളുപ്പം കേൾക്കും, എളുപ്പം ചർച്ച ചെയ്യപ്പെടും, അവരുടെ ശക്തിയും കഴിവും അംഗീകരിക്കപ്പെടും. പക്ഷെ കുറച്ച് കറുപ്പിലെ ജാതി വംശീയപരമായിട്ടും കൂടെ എല്ലാവരും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരാണെങ്കിൽ അവരെ അംഗീകരിക്കാനും അവരുടെ കഴിവിനെ അംഗീകരിക്കാൻ പോലും വളരെ പാടാണ്. ഇവരിപ്പോൾ ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുട്ടികൾ തന്നെ അവരെ മെൻ്റലി അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യർ വംശീയതയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും ഇവിടെ അധിക്ഷേപിക്കപ്പെട്ട ഒരു ചരിത്രം തന്നെയുണ്ട്. സ്റ്റിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാണ്. ഞങ്ങളൊക്കെ ഈ സീൻ പണ്ടേ വിട്ടതാണ്. കാരണം എന്നുവെച്ചാൽ ഇത് ഞാൻ ജനിച്ച് വളർന്ന സമയത്ത് എൻ്റെ അപ്പൂപ്പനെ, ഞങ്ങൾ കാസർഗോഡാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അജ്ജൻ എന്നാണ് എൻ്റെ അപ്പൂപ്പനെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അജ്ജനെ നോക്കിയിട്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ആരെ കാണുമ്പോഴും ചേട്ടാ, ചേച്ചി, ആൻറ്റി, പിന്നെ അങ്കിള്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫാമിലി ആണെങ്കിൽ പോലും അവരെ അപ്പച്ച, അമ്മച്ചി എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കണം. നമ്മൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ പേഴ്സണാലിറ്റി. ഞാൻ അതേപോലെ പാലിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ആ വീട്ടിലെ കുട്ടികൾ, 3 വയസ്സുള്ള കുട്ടികൾ എൻ്റെ അച്ഛനെ നോക്കിയിട്ട് കരിയ എന്ന് വിളിക്കുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം തൊട്ട് ഞങ്ങൾക്കിതറിയാം. ഈ സമൂഹം ഈ ജാതി നിറമൊക്കെ ജനിതകമാണ്. ഇത് ജാതി നിറവും കൂടുന്തോറും അവർക്ക് പരിഗണന കൂടുതൽ കിട്ടുകയും ബഹുമാനം കൂടുതൽ കിട്ടുകയും ജാതി നിറമൊക്കെ താഴ്ന്നു വരും തോറും അവർക്ക് കിട്ടുന്ന കൺസിഡറേഷനും വളരെ നിന്നയും പുച്ഛവും ആയിരിക്കും എന്ന് ഞങ്ങൾ പണ്ടേ പഠിച്ചതാണ്. അതുകൊണ്ട് ആൾക്കാർ എപ്പോഴും ഉപയോഗിക്കും. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾക്ക് അപകർഷത ബോധം. ആക്ച്വലി ഞങ്ങളൊക്കെ ഈ സീൻ പണ്ടേ വിട്ട് ഈ സമൂഹത്തിന് ഒരുപാട് മുമ്പോട്ടേക്ക് പോയവരാണ്. അതുകൊണ്ടാണ് ഈ ദളിതരുടെയും ആദിവാസികളുടെയൊക്കെ ഈ തലമുറയ്ക്ക് ഇത്ര ഉറച്ച് സംസാരിച്ച് ഇവിടെ നിൽക്കുന്നത്. നേരെ മറിച്ച് അവർക്ക് ഒരു വിളി കേൾക്കുമ്പോൾ അവർ തകർന്നുരുകി തീർന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ 100 വട്ടം വിളിച്ചാലും ഞങ്ങളത് ആയിക്കോട്ടെ, ഞങ്ങൾക്കത് പ്രശ്നമില്ല. ഞങ്ങളത് അംഗീകരിച്ചവരാണ്. കാരണം ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ജാതിയുടെയും നിറത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഇവിടെ അംഗീകരിച്ച് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് തിരുത്തി എഴുതാനായിട്ട് വളരെ പാടാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയുടെ രാഷ്ട്രപുരുഷനാണ്. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ഭരണഘടന തന്നെ ഉണ്ടായത്. അത് അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരാൾ ഇന്ത്യ പിന്നീട് പ്രസവിച്ചിട്ടില്ല. അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരാളെ കാണിച്ചു തരാൻ ഇന്ത്യക്ക് പറ്റുമോ? അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ആ സ്കില്ല്. പക്ഷേ ഇന്നും BR അംബേദ്കറുടെ പടം പോലും എല്ലാവർക്കും ഭയമാണ്. ആ കറുത്ത വർഗ്ഗക്കാരനെ അംഗീകരിക്കാനായിട്ടുള്ള മടിയാണ്. ഒരു പടം പോലും സർക്കാർ പോലും അവരെ ഒരു ഭിത്തിയിൽ വയ്ക്കത്തില്ലല്ലോ, സർക്കാർ സ്ഥാപനങ്ങളുടെ വയ്ക്കത്തില്ലല്ലോ. അതങ്ങനെയാണ്. ഇപ്പം April 14 വരുവാണ്, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ആരാഘോഷിക്കും? ഞങ്ങൾ മാത്രം ആഘോഷിക്കും. പക്ഷേ ഭരണഘടന നിലവിലുള്ളത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ രാജ്യം നിലനിൽക്കുന്നത് ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ പോലും മനുഷ്യനെ അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിസാരം. ധന്യ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമുക്കിതിൻ്റെ ജാതി എന്നുള്ള ഒരു ഘടകം മാറ്റിവെച്ച് ഒരിക്കലും കേരളത്തിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോഴും ഇതിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്. അതും ശ്രീമതി ശാരദാ മുരളീധരൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അതും വളരെ കൃത്യമാണ്. അതായത് ഇവർ സൂചിപ്പിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കാലഘട്ടം, അത് ശ്രീ V. വേണുവിൻ്റെ കാലഘട്ടം, അത് വെളുത്ത കാലഘട്ടമെന്നും തൻ്റെ കാലഘട്ടം കറുത്ത കാലഘട്ടമെന്നും കേൾക്കേണ്ടി വന്നു എന്ന്. അവിടെ ഒരു പാട്രിയാർക്കിയുടെ ഒരു ഇതുകൂടിയുണ്ട്. അതായത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ നേരിടുന്ന വിഷയം പരിശോധിക്കുമ്പോൾ ജെൻഡർ വൈസ്, ജാതി, നിറം, അതിനപ്പുറം ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ജെൻഡർ കൂടി ഘടകമാകുന്നത്. നേരത്തെ ഒരുപക്ഷെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഇത്ര കണ്ട് നേരിട്ടില്ല എന്ന് പറയുന്നു. എങ്കിൽ പോലും ദൃശ്യപരതയുടെ ഒരു എല്ലാം സർവത്ര നമ്മൾ മുന്നിൽ കാണുകയാണ്. ഇന്ന് എന്ത് കാര്യവും നമ്മൾ വിചാരിക്കുമ്പോൾ മുന്നിൽ കാണുന്നത് വെച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾ തൊട്ട് വലിയവർ വരെ എല്ലാം കാണുന്നത് വെച്ച് അനലൈസ് ചെയ്യണം. ഈ കാണുന്നത് വെച്ച് അനലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരമൊരു അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ?
എന്നെ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ മാറ്റി നിർത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നോട് അങ്ങനെ ഡയറക്റ്റായിട്ട് ആരും അങ്ങനെ പെരുമാറിയിട്ടില്ല. പക്ഷേ ഒരു കാസ്റ്റിങ്ങിൻ്റെ വിഷയം വരുമ്പോൾ, ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒക്കെ ഇത്തരത്തിലുള്ള മുറവിളികൾ ഞാൻ കേൾക്കാറുണ്ട്. കാസ്റ്റിങ്ങിൻ്റെ വിഷയത്തിൽ മഞ്ജു ഇരുണ്ട നിറം, മഞ്ജു അല്പം തടിച്ച പ്രകൃതം, ഇരുണ്ട നിറം, ഓക്കെ. ഒരു സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ തള്ളപ്പെടും. ഒന്നല്ലെങ്കിൽ വേലക്കാരി. ഞാൻ അവസാനം അത് ചെയ്യാതെയായി. എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയും, ഞാൻ ഇനി അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ വീട്ടിലിരുന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അതെന്തുകൊണ്ടാണ് ഒരു വേലക്കാരി കുറഞ്ഞ ഒരാളായതുകൊണ്ട് പറയല്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് വേഴ്സറ്റലായിട്ട് അഭിനയിക്കണം. അതിനൊരു സ്കോപ്പ് തരാതെ എൻ്റെ നിറം ഇതായതുകൊണ്ട് എന്നെ അതിലേക്ക് തള്ളിവിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേസമയം തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഉടനെ തന്നെ വെളുത്ത് ചായം പൂശി അവൾ ഇറങ്ങിയല്ലോ, യഥാർത്ഥ നിറം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള കമൻസുകൾ ധാരാളം വരാറുണ്ട്. തുടക്കത്തിലേക്ക് നമുക്ക് ഇത് കണ്ട് ഞാൻ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. എന്തിനാണ് എന്നോട് ഇതിങ്ങനെ കാണിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇവരോട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പോകെ എനിക്ക് മനസ്സിലായി, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നതുകൊണ്ടും ഇത് അംഗീകരിക്കാൻ മടിയുള്ള ഒരു വിഭാഗമാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതല്ലാതെ എന്നെ സംബന്ധിച്ച് ഞാൻ അവരോട് ദ്രോഹം ചെയ്തിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ എഴുതുന്നത്. മഞ്ജു വളരെ കൃത്യമാണ്. മഞ്ജു വളരെ താഴെക്കിടയിൽ നിന്ന് പെട്ടെന്നാണ് മഞ്ജുവിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിലൂടെ മഞ്ജു വളർന്നു വരികയായിരുന്നു. ആ ഗ്രോത്ത് അത് അതിസുന്ദരമായിട്ട് കണ്ടു നിന്ന ഒരാളാണ്. ഏറ്റവും നന്നായിരിക്കുന്ന ഒരു പെണ്ണ്. നമ്മൾ എല്ലാവരും പറയും ഒരു ചെറിയ പ്രായത്തിൽ വേണം നമ്മൾ TV ഷോസിലൊക്കെ വരാൻ. അതല്ല, അവർ മെച്യൂർഡായ സമയത്താണ് അവർ ഇതിനകത്ത് വന്നത്. അവർ വളരെ നന്നായിട്ട് ആ രംഗം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വേടൻ, ഞങ്ങളുടെ ഇടയിൽ നിന്നൊരു വേടൻ പുതിയ പാട്ടുമായിട്ട് വന്നു. അപ്പോൾ വേടനെ അംഗീകരിക്കാൻ മടിയാണ്. വേടൻ്റെ ജാതിയും എത്ര ഈ കറുപ്പും ജാതിയും വെച്ച് എന്തോരം കമന്റ്സ് ആണെന്ന് വേടനെ അംഗീകരിക്കാൻ മതി. വേടൻ ആരുടെ അംഗീകാരമാണ് വേണ്ടത്? പക്ഷെ വേടൻ ആരുടെ അംഗീകാരം? വേടൻ പോകുന്നിടത്ത് ആൾക്കാർ കണ്ടില്ലേ? അങ്ങനെയാണ്. അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അവരുപയോഗിക്കുന്ന വാക്കുകൾ, ഇവരുടെയൊക്കെ എപ്പോഴും ഒരു ധാരണ കോളനി എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങളെ ഈ വാക്കാണ് ഞങ്ങൾ എവിടെ സംസാരിച്ചാലും ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെയാണ്. ഈ ഒരു സമൂഹം നോക്കിയിരിക്കും. കാരണം ഈ ഒരു ഫ്രസ്ട്രേഷൻ ഉള്ള മനുഷ്യർ ഇതിങ്ങനെ നോക്കിയിരിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങൾ എവിടെ പ്രത്യക്ഷപ്പെടുന്നു, ആ പ്രത്യക്ഷപ്പെടുന്നതിന് ചോട്ടിക്കൊണ്ട് അവർ ഇത് തന്നെ എഴുതി വയ്ക്കും. ഞങ്ങൾക്ക് ഒരിടയ്ക്ക് ജീവിക്കാൻ നിർവാഹമില്ലാതെ വന്ന സമയത്താണ് ഒരു ദളിത് സംഘടന, ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന പന്തളം ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ്, കറുത്ത മനുഷ്യർക്കും ജീവിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു മുദ്രാവാക്യമായിട്ട് ദളിത് പാന്തേഴ്സ് മുമ്പോട്ടേക്ക് ഇറങ്ങിയത്. ആ ഇറങ്ങിയ ശേഷമാണ് മനുഷ്യർ ചിന്തിക്കുന്നത് തന്നെ, ഇങ്ങനൊരു വിഭാഗം ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ജീവിതം ഇവര് അങ്ങ് ഇതൊക്കെ ഈ ദാരിദ്ര്യവും ഈ ദുഃഖവും ഈ ദുരിതവും ഈ അവസ്ഥയൊക്കെ അനുഭവിക്കാൻ ഈ കറുത്തവർ യോഗ്യരാണെന്നുള്ളൊരു തോന്നൽ ഒരു വിഭാഗം ആൾക്കാർക്കുണ്ട്. ഒരൊറ്റ കാര്യം കൂടി ചേർത്ത് വെക്കണമെന്ന് തോന്നുന്നു. നമ്മളിത് സംസാരിക്കുമ്പോഴും ചില വിഷ്വൽ മീഡിയ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേക്കപ്പ് എന്ന് പറയുന്നത്, അതായത് നിറം ഒരു പ്രധാന ഘടകമാണ് എന്നുള്ളത് കൊണ്ടാണോ ഈ മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കാൻ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുള്ളത്? മേക്കപ്പ് വേണമെന്നൊരു നിർബന്ധമില്ലേ? ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകൾ മേക്കപ്പ്, ഇപ്പോഴും ഞാൻ മേക്കപ്പ് ഒന്നും ഇല്ലാതെ വന്നിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന വർക്കുകൾക്ക് അത് അത്യാവശ്യമില്ല. അതുകൊണ്ട് അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. പൊതുവേ കറുത്ത സ്ത്രീകൾ, എനിക്ക് തോന്നിച്ചിട്ടുള്ളത് പൊതുവേ കറുത്ത സ്ത്രീകൾ ഒരിക്കലും മേക്കപ്പ് ചെയ്തുകൂടാ. ഇവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കറുത്ത സ്ത്രീകൾ അല്ലെങ്കിൽ കറുത്ത പുരുഷന്മാരെ മേക്കപ്പ് ചെയ്യുന്നത് കൂടുതൽ ഫെയർ ആകാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമ്മുടെ സ്കിൻ ഈവൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സ്കിൻ ടോൺ ചിലപ്പോൾ ചേച്ചിക്ക് പറ്റില്ല, അത് എനിക്ക് മാത്രം പറ്റുന്നതാണ്. എൻ്റെ സ്കിന്നിൻ്റെ നിറത്തിനനുസരിച്ചാണ് എൻ്റെ ഫൗണ്ടേഷൻ. ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരാളുടെ ഫൗണ്ടേഷൻ എനിക്ക് ഇടാൻ പറ്റില്ല. ഇവിടെ വെളുത്തവനും കറുത്തവനും മേക്കപ്പ് ഇടുന്നുണ്ട്. പക്ഷേ നമ്മൾ മാത്രമാണ് കുറ്റം ചെയ്യുന്നത്. ഇവളെന്താ പുട്ടിയിട്ട് വന്നേക്കുന്നു, ഇവക്കെന്താ പുട്ടിയിടാൻ യോഗ്യത എന്ന് ചോദിക്കും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞത്, ഇന്നിപ്പോൾ ഷാർല മുരളീധരൻ പറഞ്ഞിരിക്കുന്നതിനകത്ത് അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് വെളുത്തിരിക്കണം എന്ന് പ്രവർത്തിച്ചിരുന്നു, അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഇത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം നോക്കണം നിങ്ങൾ, ശ്രീനിജൻ MLA ഇല്ലേ, ശ്രീനിജൻ MLA-നെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആളുണ്ട്, ഒരു കമ്പനി ഉടമയുണ്ട്. അയാൾ എപ്പോഴും ശ്രീനിജൻ MLA നോക്കിയിട്ട് ഈവൻ പൗഡർ ഇട്ടിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ അവൻ്റെ
അവൻ്റെയൊക്കെ ധാരണ ഈ കറുത്തിരിക്കുന്ന ആൾക്കാർ ഒരു പൗഡർ ഉപയോഗിക്കരുത്, അവൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുവാണ്. അപ്പം അതേപോലെ സത്യഭാമ RLV രാമകൃഷ്ണനെ എത്ര തവണ ഇങ്ങനെ കാക്കയുടെ അതൊന്നും ചർച്ച ചെയ്തതാണ് ഈ വിഷയം. കേരളം സാംസ്കാരിക കാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഒരു പുതുമയുള്ള വിഷയമല്ല. നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്ത് നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കും. ഇതൊന്നും ഒരു മനുഷ്യന്റെ മാറ്റം ഇല്ലാന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ കണ്ടത് ഇപ്പോഴത്തെ പുതിയ ജനറേഷനില്ലേ, ഇപ്പോഴും ഈ കറുപ്പിനെ നോക്കി വാ പൊളിക്കുന്നത് ഇതിന് മുൻപുള്ളൊരു തലമുറയാണ്. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അതാ. കാരണമേ ഈ പറഞ്ഞില്ലാത്ത ഈ പ്രസ്താവനയ്ക്കകത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് സൂചിപ്പിക്കുന്നത് ശ്രീമതി ശാരദയ്ക്ക് പിന്തുണ നൽകിയത് അവരുടെ മക്കളാണ് ഇതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു പിന്തുണ കൊടുത്തത് എന്നാണ് പറയുന്നത്. മക്കൾ പിന്തുണ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആ ഒരു ഘടകം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള പിന്തുണയാണ്. നിറത്തിന് ബോഡി ഷേമിംഗ് ആണ് ഇതിനകത്തെ പ്രധാന ഘടകമെങ്കിൽ ബോഡി ഷേമിംഗ് മാത്രം മനസ്സിലാക്കിക്കൊണ്ടാണോ അതോ അതിനപ്പുറം അതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമോ? കുട്ടികൾ കുറച്ചും കൂടെ ഇപ്പത്തെ അല്ലേ കുറച്ചും കൂടെ മെച്യൂർഡ് ആണെന്ന് എനിക്ക് മെച്ചൂർഡാണ് അവര്. ഞാൻ കണ്ടെടുത്തോളം ഇപ്പോൾ ഈ പറയുന്ന വൈറ്റനിങ് ക്രീമൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് അവനവൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അവൻ്റെ സുഹൃത്ത് ഒരു കറുത്തതാണെങ്കിൽ കറുമ്പ എന്നോ പല്ല് പൊങ്ങിയവനെന്നോ വിളിച്ച് ആക്ഷേപിക്കുന്നില്ല. ആ തമാശ അവർ പറയുന്നില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. അത്രയും മാറ്റം സമൂഹത്തിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. ഇപ്പോൾ ഒരു വിഭാഗം കുഞ്ഞുങ്ങൾക്കാണത്, ഒരു വിഭാഗം കുഞ്ഞുങ്ങൾ നമ്മൾ പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോഴും ഈ യങ്സ്റ്റേഴ്സ് അഭിനയിക്കുന്ന സിനിമകളെ ഒന്ന് പരിശോധിക്കാം നമുക്ക്. അപ്പോഴും പ്രായം കുറഞ്ഞിരിക്കുക, സ്കിന്നിന്റെ വലിവ്, മറ്റ് ഘടകങ്ങൾ കുറഞ്ഞിരിക്കുക, നിറം പ്രധാനം, ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറഞ്ഞ ബൊട്ടോക്സ് ഒക്കെ ഉപയോഗിക്കുക, ട്രീറ്റ്മെന്റ് കൂടിയ ട്രീറ്റ്മെന്റുകളിലേക്ക് പോകുക. നമ്മളിപ്പോൾ ആരാധിക്കുന്ന വലിയ നായകന്മാരെ പരിശോധിച്ചാൽ അവർ പ്രായം കുറയ്ക്കാനുള്ളതിലാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്ന് തോന്നിയിട്ടില്ല. അത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നില്ല ഈ യങ്സ്റ്റേഴ്സിനാണെങ്കിലും അത്തരം സമ്മർദ്ദങ്ങളില്ലേ? സൗന്ദര്യം എല്ലാവർക്കും വീക്ക്നെസ് ആണല്ലോ. സൗന്ദര്യം നിറം ഇപ്പോൾ നിറം എന്നതിനേക്കാൾ വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു. ഇവിടെ കുറേ ഓപ്ഷൻസ് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഈ പറയുന്ന പോലെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം, ചെറുപ്പമായിരിക്കണം, അതിലൊന്നും ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം കുറേ പേർക്ക് അത് തൊഴിലിൻ്റെ ഭാഗമാണ്. ധന്യ കാണുന്ന ഒരു ലോകത്ത് നേരത്തെ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം തൊഴിലിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഘടകമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു ധന്യ മനസ്സിലാക്കുന്നുണ്ട്. ഇല്ല, എൻ്റെ മകന് കുറച്ച് 200 അപ്പം അവനെ ഒരു ദിവസം ആരോ കളിക്കുന്ന സമയത്തോ ഇങ്ങനെ കളിയാക്കിയപ്പം അവൻ അതിന് എത്ര ഭംഗിയായിട്ടാണ് മറുപടി കൊടുക്കുന്നതെന്ന് അറിയാം. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ സംസാരിക്കുന്നതും പറയുന്നതും വായിക്കുന്നതും എല്ലാം ഇവരെല്ലാം ലിസ്ണിംഗ് ആണ്, എല്ലാം കേൾക്കുന്നുണ്ട്, അവർ അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം എൻ്റെ മകൻ പറഞ്ഞ ഉദാഹരണം കേട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. അവൻ ഒന്ന് പറഞ്ഞത് ഗെയിംസിലുള്ള കഥാപാത്രങ്ങളാണ്. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളെ നോക്കും. അത് കറുത്ത നിറത്തിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ പവർ അങ്ങനെയാണ്. പിന്നെ 12 വയസ്സുള്ള മകൻ പിന്നെ പറഞ്ഞു കൊടുത്ത സ്റ്റോറി എന്ന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഈ കാന്താര സിനിമ കണ്ടിട്ടില്ലേ, പഞ്ചുരുളിയാണ് ഞങ്ങളൊക്കെ ആരാധിക്കുന്നത്. അപ്പോൾ പഞ്ചുരുളിയെ കെട്ടിയാടുന്നതാണ്. ഇവൻ കുഞ്ഞിലെ എല്ലാ വർഷവും കാസർഗോഡ് പോയി ആ തെയ്യം കാണുന്ന ആളാണ്. അപ്പോൾ കറുത്ത രൂപം, വാളുവെടുത്ത്, പിന്നെ ഉറഞ്ഞ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 8 തൊട്ട് 12 മണിക്കൂർ വരെ ഉറഞ്ഞ് ആടുവാണ്. അപ്പോൾ ഞങ്ങളുടെ സമുദായത്തിലെ പുരുഷന്മാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്, നൽക്കതായ സമുദായത്തിലെ. അപ്പോൾ ആ 12 മണിക്കൂർ ഒരു ജനറൽ വിഭാഗത്തിലെ ഒരു പുരുഷനെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെ വന്ന് 12 മണിക്കൂർ ഈ തോറ്റം പാടി ഇതേപോലെ ഉറഞ്ഞാടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യരോട് ആ കറുത്ത കരുത്തിനെ കുറിച്ചാണ് എൻ്റെ മകൻ അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അവന് അതാണ് കാണുന്നത്. അതുകൊണ്ട് കറുപ്പ് അവന് അതൊരു വിഷയമല്ല, അവന് ഭയമില്ല. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കത് പ്രശ്നം, ഞാൻ അതിന് ഫ്രണ്ട്ലി ആയിട്ടാണ് എടുക്കുന്നതെന്ന് അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളിത് പോയിട്ട് നിങ്ങളുടെ പേരൻസിനോട് സംസാരിച്ച് നോക്കൂ, എന്ത് റിപ്ലൈ ആണ് അവിടെ നിന്ന് കിട്ടുന്നതെന്നും എൻ്റെ മകൻ പറയുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണോ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ യൂട്യൂബ് പേജിന്റെ പേര് ഞാൻ മനസ്സിലാക്കുന്നത് ബ്ലാക്കീസ് എന്നാണ്. എന്തായിരുന്നു അങ്ങനെ ഒരു? എല്ലാവരും പറഞ്ഞു സഹതാപത്തിന് വേണ്ടി ഇട്ടതാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, അത് ബ്ലാക്ക് സഹതാപത്തിന് ബ്ലാക്ക് എന്ന് പറഞ്ഞതിനകത്ത് എന്തിനാണ് സഹതാപം? ഞങ്ങൾക്ക് ഞങ്ങളുടെ ടോൺ ഇഷ്ടമാണ്. മധ്യവയസ്കരായ 2 ഇരുണ്ട നിറത്തിലുള്ള സ്ത്രീകൾ, സമൂഹം മാറ്റി നിർത്തപ്പെടാൻ ശ്രമിക്കുന്ന 2 ഇരുണ്ട നിറത്തിലുള്ള സ്ത്രീകൾ അവരുടെ ആഫ്റ്റർ 40s അല്ലെങ്കിൽ അവരുടെ വിശ്രമവേളകൾ അവർ ആസ്വദിച്ച് ജീവിതം കൊട്ടിഘോഷിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടിട്ട പേരാണ് ബ്ലാക്കീസ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ആരുടെ സഹതാപം വേണ്ട. തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പഠനകാലത്തടക്കം ഹോസ്റ്റൽ ജീവിതത്തിലടക്കം ചില ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ജാതിയും കറുപ്പും സാമൂഹ്യ സാഹചര്യങ്ങളും എല്ലാം കൂടി ചേർന്നായിരുന്നില്ലേ? അത് നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട് എന്നാണ്. അല്ല, ഞാൻ പറയാതെ അല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തോ പറയണ്ടേ, നമുക്കൊക്കെ ഒരു ബ്രാൻഡഡ് സാധനങ്ങളും ഇല്ല അന്ന്.
ഒരു ബ്രാൻഡഡ് ചെരുപ്പോ ഒരു ബ്രാൻഡഡ് ഡ്രസ്സോ ഒന്നുമില്ലാതെ ഞാനൊക്കെ വെറും 3 ജോഡി വസ്ത്രമായിട്ട് ഡിഗ്രിക്ക് പഠിക്കാൻ പോയ ആൾക്കാരാണ്. നമുക്ക് ഈ മെറ്റീരിയൽസിനോട് വലിയ നമ്മുടെ ആവശ്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ പണ്ടത്തെ മനുഷ്യനെ വാല്യൂ ചെയ്യാൻ ടെറസ് ഇട്ട വീട് ഇത് ഇങ്ങനെയായിരുന്നു വാല്യൂ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഹോസ്റ്റലിൽ പോകുമ്പോൾ പട്ടികജാതി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഫീസ് കൊടുക്കണം. നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഇവിടെ പേ ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ധാരണ നമ്മളിതൊക്കെ ഒരു അത് ചർച്ച ചെയ്യപ്പെടും. അവരുടെ ഭക്ഷണം നമ്മൾ ഓസിന് കഴിക്കുന്ന ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും അറിയാവുന്നൊരു കുട്ടിയുണ്ട്, വനിത. അവൾ ഇതേപോലെ മറയൂരിലെ ആദിവാസി ഊരിന്ന് ആദ്യമായിട്ട് ഹിൽപ്പുലിയ വിഭാഗത്തിൽ നിന്ന് MBA കഴിഞ്ഞ ഒരാളാണ്. നോർമലി ഹിൽപ്പുലിയ വിഭാഗക്കാർ കാട്ടിനകത്ത് പുൽത്തൈലം ഉണ്ടാക്കാൻ പോകും. അപ്പോൾ എല്ലാം കുട്ടി കൂര എല്ലാം എടുത്ത് അവർ ഫുഡെല്ലാം എടുത്ത് അങ്ങനെ 3 മാസം അവിടെ പോയി നിന്ന് ഒരു വീട് സെറ്റ് ചെയ്ത പോലെ ചെയ്തിട്ട് പട്ടിയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ ഇത് പുൽത്തൈലം ഉണ്ടാക്കിയിട്ട് തിരിച്ചിറങ്ങും. അപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പോകും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് ആദ്യമായിട്ട് MBA എടുത്തൊരു കുട്ടിയുണ്ട്, വനിത എന്ന് പറഞ്ഞ്. അവൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവൾ ഒരു തൊടുപുഴ ഒരു കോളേജിൽ നിന്നാണ് പഠിച്ചത്. അവിടെ പോലും ഒരു രൂപ കാണാതാവുമ്പോൾ ആദ്യം സംശയിക്കുക വനിതേനെയാണ്. അപ്പോൾ ഒന്ന് ഓർത്തുക്ക്, ഒരു കുട്ടി ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് പിന്നോക്കം വന്നിട്ട് അതിന്ന് ഒരാളാണ് രക്ഷപ്പെടാനായിട്ട് മുമ്പോട്ടേക്ക് വന്നത്. 5-6 വർഷത്തിനുള്ളിലുണ്ടായ സംഭവം. അപ്പോൾ അവളത് പറയുന്ന കേൾക്കണം, ഭയങ്കര നോവാണ്. അത് കേട്ട് നിൽക്കാൻ നമുക്ക് പറ്റൂല. കാരണം നമ്മൾ അനുഭവിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോവും. ഞാനിത് അനുഭവിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ എൻ്റെ അമ്മ അന്ന് ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ പഠിത്തം മതിയാക്കി തിരിച്ചു പോകാൻ വിചാരിച്ച ആളാണ്. പക്ഷേ എൻ്റെ അമ്മ എന്നോട് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ പെട്ടെന്ന് ഹോസ്റ്റലിൽ വരണം. അമ്മയോട് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ തൊട്ടടുത്ത വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പറയുവാണ്. അപ്പോൾ അമ്മ ഒരാഴ്ച പണിയൊക്കെ എടുത്ത് വണ്ടിക്കൂലി വേണ്ടേ, അപ്പോൾ അതൊക്കെ എടുത്ത് അമ്മ തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ ഹോസ്റ്റലിലെ ഒരു ജനലിലൂടെ എൻ്റെ അമ്മ വരുന്നത് നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ചയാകുമ്പോൾ എൻ്റെ അമ്മ അങ്ങനെ നടന്ന് വരുന്നുണ്ട്. ഗേറ്റ് വെയിലത്ത് ഇങ്ങനെ നടന്ന് വരുന്ന എൻ്റെ അമ്മ. ഞാൻ എന്തുവാണ് ഒരു ഗസ്റ്റ് റൂം ഉണ്ട് അവിടെ പോയി എൻ്റെ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആ ഒരു തവണ ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞു, എന്തൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ പലതും കേൾക്കും. അപ്പോൾ ഇത് സർവൈവ് ചെയ്യാൻ പഠിക്കേണ്ടത് നമ്മളാണ്. ഒരു 8 പത്രവും അല്ലെങ്കിൽ 10 പത്രവും ഇത്രയും മാഗസീൻ വായിക്കുന്ന കൂലിപ്പണിക്കാരിയായ സിമെൻറ്റ് ചാക്ക് കരിങ്കല്ലും ചുമന്ന് എന്നെ വളർത്തിയ അമ്മയാണ് അന്ന് എനിക്കൊരു ബോധം എൻ്റെ തലയിൽ ഉണ്ടാക്കി തന്നെ. നമ്മൾ ഇതിനൊക്കെ ചെറുക്കണം. അതിനുള്ള പവർ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വരേണ്ടത് തല ഉയർത്തി തന്നെ ആവണം. അതിന് ഇവിടുന്ന് തോറ്റല്ല ഇറങ്ങേണ്ടതെന്നുള്ളൊരു പാഠം എനിക്ക് എൻ്റെ അമ്മ അന്ന് പറഞ്ഞു തന്നു. അതിന്നാണ് നമ്മൾ വിജയിക്കുന്നത്. അതിന്നാണ് ഇന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ധന്യരാമൻ ഉണ്ടായതെന്ന്. ആ കൂലിപ്പണിക്കാർ പിന്തുണ നമുക്ക് അതാണ്. ഇപ്പോൾ എനിക്കത് കിട്ടി അല്ലെങ്കിൽ ധന്യ ചേച്ചിക്ക് അത് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. ഇവിടെ ഒരു 99% പേർക്കും ഇത് എന്നെ ചൂണ്ടിക്കാണിച്ച് ചിരിക്കുമ്പോൾ ചുറ്റും നിന്ന് ചിരിക്കുന്ന ആൾക്കാരെ കിട്ടുന്നുള്ളൂ. അല്ലാതെ സാരമില്ല പോട്ടെ, ഇതങ്ങനെയല്ല, നീ സൂപ്പറാണെന്ന് പറയാനായിട്ട് ഇവിടെ ആരുമില്ല. ഇത് ഒരു കഥ എഴുതിക്കൊണ്ട് വന്നപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതി വെച്ചിരുന്നു, കറുത്ത് മെല്ലിച്ച ശരീരപ്രകൃതിയോടുകൂടി കള്ളി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീ. ഇതാണ് ഇവരുടെ ചിന്താഗതി. ഇത് അറിഞ്ഞോ അറിയാതെ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിലുള്ള പുരുഷൻ ഇപ്പോൾ അട്ടപ്പാടിയിൽ മധുവിനെ കൊന്നത്, മധു ഒരു വെളുത്ത ശരീരമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ മധു കൊല ചെയ്യപ്പെടൂല. അപ്പോൾ അന്ന് അതിന്റെ പേരിൽ ഞാൻ വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ അഭിനയിക്കാൻ വരുന്ന സ്ത്രീയുടെ മുമ്പിൽ വെച്ച് ഇതേപോലെ തന്നെ വായിക്കും എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ വായിക്കും, നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ആ ഭാഗം അങ്ങ് വെട്ടി. അപ്പം പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളിത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളെന്തോ തെറ്റുകാരാവുകയാണ്. അപ്പം എന്നോട് ഇതൊക്കെ ഇത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയം എന്താണ്? ഇത് ലൈറ്റായിട്ട് എടുത്താൽ പോരെ, ഇതൊക്കെ അങ്ങനെയല്ലേ എന്ന് പറയും. പക്ഷേ ഇത് ലൈറ്റായിട്ട് എടുക്കാൻ ഇത് അനുഭവിക്കുന്ന ഒരാൾക്ക് പറ്റില്ല. എത്ര വർഷം കഴിഞ്ഞാലും എന്നെ പണ്ട് എൻ്റെ 3-ാമത്തെ വയസ്സിൽ കറുമ്പി എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നതിൻ്റെ വേദന ഇന്നും ഉണ്ട് എനിക്ക്. എത്ര വർഷം കഴിഞ്ഞാലും അത് മായ്ക്കാൻ പറ്റില്ല. ഇത് ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്നത് വിളിക്കുന്നവനും ചുറ്റും കാണുന്നവനും മാത്രമേ ഉള്ളൂ. ഈയിടെ ഞങ്ങളുടെ ഒരു കുറച്ച് പെൺകുട്ടികൾ ഒരു എന്താ പറയണ്ടേ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. ആദിവാസി കുട്ടികളാണ്. അപ്പോൾ അവർ ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട്, റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, മിടുക്കരായിട്ട് എല്ലാം നല്ല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ട് പ്രപ്പോസലുമായിട്ട് ഡയറക്ടർ കാണാനായിട്ട് പോയി. ഇപ്പോഴുള്ള ഡയറക്ടറല്ല, മുൻ ഡയറക്ടർ ഈ ലോക്ക്ഡൗൺ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പിള്ളേരോട് സംസാരിക്കാൻ പോലും പ്രപ്പോസലോ കാശോ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഞങ്ങളെ കറുത്ത ആൾക്കാരാണ്, അവർ വിശ്വാസമില്ല. ഞങ്ങൾ ആദ്യം വിശ്വാസത്തിൽ എടുക്കേണ്ടത് SC/ST വകുപ്പാണ്. ഈ വകുപ്പ് തന്നെ ഞങ്ങളെ വിശ്വാസമില്ല, ഞങ്ങളെ കഴിവിൽ വിശ്വാസമില്ല. നിങ്ങൾ നോക്ക്, ഈ പ്രപ്പോസൽ കൊടുത്ത
സ്ഥാനത്ത് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിൽ വന്ന ശോഭ വിശ്വനാഥ് 1 കോടി രൂപയ്ക്ക് ഒരു കത്തുമായിട്ട് പോയപ്പോൾ ശോഭയ്ക്ക് പിറ്റേന്ന് 1 കോടി രൂപ സർക്കാർ പാസ്സാക്കി കൊടുക്കുവാണ് ഈ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ മാനദണ്ഡങ്ങളോ ഇതൊക്കെ ഒന്നുമില്ല. വെളുത്ത സ്ത്രീ, അതാണ് വെളുത്ത സ്ത്രീ, വെളുത്ത ശരീരം, അവർക്ക് എവിടെയാണ് അവർക്ക് സ്വീകാര്യത കിട്ടുന്നത്? ഇതുപോലെ ഇത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നിറത്തിന്റെ പേര് വിസിബിലിറ്റി വിഷയമാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ കറുപ്പിന്റെ കഴിവിന്, എത്ര വിദ്യാഭ്യാസം ഉള്ളവരായാലും ഈ കഴിവിനെ അംഗീകരിക്കുന്നില്ല. ധന്യ, ആ ഘടകം ഒരുപക്ഷെ അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് സർക്കാർ വകുപ്പുകളിൽ എവിടെയാണ് റെപ്രസെന്റേഷൻ എന്നുള്ളതാണ്. നമുക്ക് ഏതാണ്ട് ഒരു ഉറപ്പുണ്ട് കറുപ്പ് എന്ന് പറയുന്നത് ജാതിയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പക്ഷേ ശാരദാ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജാതി ഒരു ഘടകമല്ല. അതിന് ആ ഒരു വിഷയത്തിൽ എനിക്ക് സൂചിച്ചു. അടുത്തിടെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ഭർത്താവിന്റെ പീഡനം സഹിക്കാതെ ആത്മഹത്യ ചെയ്തു. അവിടെ ജാതി ഒരു ഘടകമല്ല. പറയുമ്പോൾ നമ്മളൊരു മതത്തിനെയോ ഒരു ജാതിയോ പ്രത്യേകം ഊന്നി പറയുകയല്ല, പക്ഷെ അവിടെ പറയേണ്ടതായി ഉണ്ട്. അതൊരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു. നിറം കുറവ് എന്ന് പറഞ്ഞ അധിക്ഷേപം സഹിക്കാനാവാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ എന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ജാതി ഘടകമല്ല, അത് മനസ്സാണ്, ഒരു മനുഷ്യന്റെ മനസ്സാണ്. ഇതെങ്ങനെ ഇത് വംശീയതയുടെ പേരിൽ അതൊരു വേറെ ലോകമാണ്. ഇത് കൂടെ ജീവിക്കുന്ന പാർട്ട്ണർക്ക് സൗന്ദര്യം കുറവാണ്, നിറം കുറവാണെന്ന് അത് അയാൾ അങ്ങനെ ആരോപിക്കുകയാണ്. ആ കുട്ടി ആരോപിച്ച് മാനസികമായിട്ട് തകർത്ത് അതിനെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കാൻ പവറുള്ള ഒരു വേർഡാണ് നിറം കുറവ്, കറുപ്പ് എന്നുള്ളത്. നിന്റെ ഒരു ക്വാളിറ്റി അല്ലാതായിട്ട് അതിനെ കാണുകയാണ്. ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി അല്ലാതായിട്ട് അതിനെ കാണാൻ, ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കാൻ ഭാഗത്തിന് ആ വേർഡിന് പവർ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ല. അത് ഏത് കമ്മ്യൂണിറ്റിയിലായാലും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഏത് കമ്മ്യൂണിറ്റിയിലും ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സമൂഹം ഏതാണ്ട് അതിന് പരുവപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ ഈ വിസിബിലിറ്റി, സ്വീകാര്യത എത്രമാത്രം പ്രധാനമാണെന്നുള്ള, കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു ഉയർന്നു വന്ന സാഹചര്യത്തിലുള്ള സാമ്പത്തികമായും മറ്റും കുറച്ചുകൂടി ഉയർന്നു വന്ന സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടം കഴിഞ്ഞ 10 വർഷത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവുക താങ്കളുടെ അനുഭവത്തിൽ? സാമൂഹികമായിട്ട് വിസിബിലിറ്റി ഉണ്ടായിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഇങ്ങനെ പറയുന്നവരുടെ വായടപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വളരെ മോശം കമന്റുകൾ. അതെ, പക്ഷെ ആദ്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ്, ഞാൻ എന്തിനാണ് ഈ പേപ്പട്ടികളുടെ കുര കേട്ട് ഞാൻ എന്തിനാ പേടിക്കുന്നത്? അവരവിടെ നിന്ന് കുരയ്ക്കട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ദാനപ്പുറത്താണ്, താഴെ നിന്ന് പേപ്പട്ടികൾ കുരയ്ക്കും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊരു വ്യത്യാസം തോന്നിച്ചത്, ഞാൻ ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ തുടങ്ങിയപ്പോൾ മഞ്ജു വഴക്കുണ്ടാക്കും. മഞ്ജു വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ തന്നെ മഞ്ജു ചേച്ചി കേൾക്കല്ലേ എന്ന് പറയും. അത്തരം എന്റെ ചുറ്റുപാടുള്ള കുറച്ചു പേരെങ്കിലും മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലുള്ളവരെ മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു കഥ വന്നാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ഇപ്പോൾ ആരും എന്നോട് പറയാറില്ല അതിന് നിസ്സാരമായിട്ട് എടുക്കൂ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാറില്ല. കാരണം അതിനെ ഞാൻ പ്രതികരിക്കുന്നു ഉറപ്പായിട്ട് പറയാം. അതുകൊണ്ട് അതിനെ ലൈറ്റായിട്ട് എടുത്ത് പൊയ്ക്കൂടെ നിനക്ക് എന്ന് എന്നോട് ചോദിക്കാറില്ല. അത് ലൈറ്റായിട്ട് എടുക്കേണ്ട വിഷയമല്ല എന്ന് ചിലരെങ്കിലും ചിന്തിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തന്നെ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ്. ഒരുപക്ഷെ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും പൊളിറ്റിക്കലി കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? എല്ലായിടത്തും നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരുമോ? പക്ഷേ കറുപ്പിനും വെളുപ്പിനും ഇടയ്ക്കുള്ള ഷെയ്ഡ്സ്, അതിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളൊരു ഘട്ടം, ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കേരളത്തിനെ സംബന്ധിച്ച് വലിയ ചരിത്രം വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സ്, LGBTQ വിഭാഗത്തിൽപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വൈവിധ്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൽ നമ്മളിപ്പോഴും മുന്നോട്ട് പോകുന്നില്ല. അതും ഈ ന്യൂജനെ അല്ലെ ജെന്നിസഡ് എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് അവരെ കൊണ്ട് അതൊക്കെ മാറ്റാൻ പറ്റുമോ? സാമൂഹ്യ പരിഷ്കരണം എന്നുള്ള വാക്കേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മഹാത്മാ അയ്യങ്കാളിയുടെ കാലത്ത് എന്തിനാണ് സമരം ചെയ്തത്? ഭൂമിക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്. സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ 27,000 കോളനികളാണ്. മാറ്റം വന്നോ? ആ കോളനിക്ക് ഒരു വാരം മാറ്റം വന്നില്ല, ആ വിളിക്ക് മാറ്റം വന്നില്ല. ആ ഒരു സാമൂഹ്യ വ്യവസ്ഥ അതുപോലെ നിലനിൽക്കുകയാണ്. എതിരഭിപ്രായമുണ്ട്. ഈ കോളനി എന്ന് വിളിക്കുന്നത് എന്തോ മോശം ഒരു അതൊരു സൊസൈറ്റിയാണ്. അവിടെയും പണിയെടുത്ത് അധ്വാനിച്ച് പഠിപ്പുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മളെയൊക്കെ കോളനി എന്ന് വിളിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടി വിളിക്കുന്നതല്ല അവര്. ഇതെന്തോ കുറഞ്ഞൊരു സാധനമായിട്ട് ഞങ്ങൾ ഇതിനെ കോളനി എന്ന് പറയുന്ന ഒരു കുറഞ്ഞ സാധനമാണ്, അത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കോളനിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരെന്ന് പറയുന്നത് അതെന്തോ ന്യൂനതയാണ്. അതാണ് മഹാത്മാ അയ്യങ്കാളിയുടെ കാലം തൊട്ട് ഇപ്പോൾ CK ജാനു ചേച്ചി വരെ നിൽപ്പ് സമരം നടത്തിയിട്ടും ഭൂമി ലഭിക്കാത്തവരാണ് നമ്മൾ. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് ഭൂമി എന്നുള്ളത്. നമുക്ക് ചവിട്ടി നിൽക്കേണ്ട മണ്ണാണ്. പക്ഷെ അത് ഇന്നും ഞങ്ങൾ സമരം ചെയ്യാറില്ല. കാരണം അത് സമരം ചെയ്തിട്ട് കാര്യമില്ല. സാമൂഹ്യ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എളുപ്പം നടക്കുന്നതല്ല. ഇപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ, പത്രങ്ങളിലൊക്കെ തന്നെ വിവാഹ പരസ്യങ്ങൾ വരാറുണ്ട്. ഈ അടുത്തിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, വെളുത്ത സുന്ദരനായ യുവാവിന് വെളുത്ത സുന്ദരിയായ യുവാവിനെ ആവശ്യമുണ്ട്. അത്
പിന്നെ നമ്പൂതിരി നായർ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം, ഇപ്പൊ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം. അതിപ്പോ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നുമില്ല, ഇതിലെല്ലാം ആ വരേണ്യ വിഭാഗത്തിനെ മാത്രം കൂട്ടി ചെയ്തുകൊണ്ട് ഇവർ മാത്രം അപ്ലൈ ചെയ്യുക. ഇൻവൈറ്റ് മുമ്പ് SC/ST ഒഴികെ എന്നുള്ളൊരു വേർഡ് എഴുതുമായിരുന്നു. ഞങ്ങളൊരു 10 പത്രോഫീസ് കയറി വെച്ച് ബഹളം ഉണ്ടാക്കിയ ശേഷം ഇവർക്ക് അങ്ങനെ എഴുതാൻ ഇപ്പൊ പേടിയാണ്. ആപ്ലിക്കേഷൻ കൊണ്ടുകൊടുക്കുക, ഈ പരസ്യം കൊണ്ടുകൊടുക്കുന്നവരെ ഒരുപക്ഷെ അങ്ങനെ എഴുതിയ ഞങ്ങളെ നമ്പറൊക്കെ കിട്ടിയാൽ 100-200 കോള് വിളിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ സിമ്മേ കളഞ്ഞിട്ട് പത്ര ഓഫീസിൽ കയറി ഇറങ്ങി. ഞങ്ങളുടെ ആൾക്കാർ പോയിട്ടുണ്ട്. അങ്ങനെയല്ല ഇപ്പം ഇത് നിന്ന്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു നായരെ നോക്കിയിട്ട് ഞാൻ നായരെ കെട്ടണമെന്ന് ഞാൻ പറയൂ? പറയത്തില്ല. എൻ്റെ മാനസികാവസ്ഥയ്ക്ക് കണക്കായിട്ടുള്ള ഒരാളെയാണ് ഞാൻ നോക്കിയിരുന്നത്. അല്ലാതെ നമ്മൾ ജാതിയും മതവും നോക്കിയിട്ടല്ലല്ലോ. നമ്മളത് ചിന്തിക്കുന്ന പോലുമില്ല. അവരുടെ ചിന്ത അതാണ്. അവർക്ക് കല്യാണ സമയത്തും മരണസമയത്തും മാത്രം ജാതി മതി. ഞങ്ങൾ ഓരോ നിമിഷവും ജാതിയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതാണ് വ്യത്യാസം. ഞാൻ ഫേസ് ചെയ്യുന്ന, എൻ്റെ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ ഫേസ് ചെയ്യുന്നത് അത് മാറ്റപ്പെടേണ്ടതാണെന്ന് അങ്ങനെ തോന്നാത്തൊരു വിഭാഗം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് ശ്രീമതി മഞ്ജു, മുൻപ് നടൻ തിലകൻ ഇത്തരം ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കറുപ്പ് നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ സിനിമയിൽ ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീ കലാഭവൻ മണി, ഇവർ രണ്ടുപേരും അന്തരിച്ച കലാകാരന്മാരാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യും. അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇത് നേരിടേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ നിന്ന് സിനിമ മുന്നോട്ട് പോയി എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് വിസിബിളായിട്ട് അത്തരം കാര്യങ്ങളിൽ തോന്നുന്നത്, ഇതേപോലെ കാസ്റ്റിങ്ങിൻ്റെയൊക്കെ സമയത്ത് നമ്മളൊരു സിനിമ കാണുമ്പോൾ ചില ഡയറക്ടേഴ്സിൻ്റെ സിനിമയിൽ വരേണ്യ വർഗത്തിൽ നിന്ന് സമൂഹം പറയുന്ന തരത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും മാത്രമേ ആ സിനിമയിൽ ഉണ്ടാവൂ. കാസ്റ്റിങ്ങിൽ വന്ന സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ ഈ പറയുന്ന മാളികയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന് ചിന്താഗതി തോന്നിപ്പിക്കുന്ന കാസ്റ്റിങ്ങുകൾ മാത്രമേ അവിടെ നടന്നിട്ടുണ്ടാവുള്ളൂ. ഇവിടെ അല്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. സ്ത്രീകളെ മാത്രമല്ല മാറ്റി നിർത്തപ്പെടുന്നത്, പുരുഷന്മാരും ഉണ്ട്. അവരൊക്കെ ഈ പറയുന്ന തിണ്ണയിലും മുറ്റത്ത് നിൽക്കാൻ വിധിക്കപ്പെട്ട കഥാപാത്രങ്ങളിലേക്ക് മാറ്റപ്പെടും. അത് നമുക്ക് സിനിമ കാണുമ്പോൾ അങ്ങനെ, എനിക്കത് പേഴ്സണലി ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യാം. മനസ്സിലാകുന്ന ഈ സിനിമ കാണുമ്പോൾ ഇത് എത്ര പേർക്ക് മനസ്സിലാകും എന്നുള്ള ഒരു വിഷയമുണ്ട്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ആഴത്തിൽ ഈ ഓരോ കാസ്റ്റിങ്ങിനകത്തും ഇത്തരം ചില ചർച്ചകൾ പുറകിൽ നടക്കാറുണ്ട് എന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശ്രീമതി ശാരദാ മുരളീധരൻ മുന്നോട്ട് വെച്ച വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനമായും ഉന്നയിച്ച ഈ 4 ഘടകങ്ങൾ, അതായത് സ്ത്രീ എന്ന നിലയ്ക്ക് നേരിട്ട ഒരു അധിക്ഷേപം എന്ന തരത്തിൽ, മറുഭാഗത്ത് ജാതി എന്ന തരത്തിൽ ശ്രീമതി ശാരദയ്ക്ക് അത് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല എങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് നിറത്തെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്ന ഇത്തരം വിഷയങ്ങളെ കൂടി ഉയർത്തി കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്ത തലമുറ ഇത് എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുമെന്ന വിഷയം ഉയർത്തുന്നുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്കൊന്ന് നമ്മുടെ പിന്നിലേക്കൊന്ന്, ചരിത്രത്തിലേക്കൊന്ന്, നമ്മുടെ വേരുകളിലേക്കൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. പണ്ട് ശങ്കരാചാര്യരുടെ ഒരു കഥയുണ്ട്, അദ്വൈതമുണ്ടായത് എങ്ങനെയാണ് എന്ന്. അന്ന് മുന്നോട്ട് വെച്ച ആ സങ്കല്പം മുന്നോട്ട് വെച്ച ഒരു കഥയിൽ ചണ്ടാളനാണ് ശങ്കരാചാര്യരോട് സംസാരിക്കുന്നത്. ചണ്ടാളൻ സംസാരിക്കുമ്പോൾ അയ്യൻ്റെയും അടിയൻ്റെയും ചോര ചുവപ്പ് തന്നെ എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്നാണ് നീയും ഞാനും ഒന്ന് തന്നെ എന്ന് അദ്വൈത സങ്കല്പം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന്, അന്ന് ഉയർന്നു വന്ന ആ ചർച്ചകളിൽ നിന്ന് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. വരും ദിവസങ്ങളിൽ ഈ നിറത്തിൻ്റെ രാഷ്ട്രീയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ. ഈ വിഷയം എത്രമാത്രം നമ്മുടെ സമൂഹത്തിനെ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ചർച്ചകൾക്ക് ഇടം നൽകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീമതി മഞ്ജു പത്രോസ്, ശ്രീ ധന്യരാമൻ എന്നിവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വിഷയം ഇവിടെ ചർച്ച അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.